LDF-ലേക്ക് അവർ വരാൻ പ്രേരിതരാകുന്ന സാഹചര്യം LDF-ന്റെ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം കൂടിയാണ്. ഇല്ല, സജി മഞ്ഞക്കടമ്പനുള്ളൊരു ഗുണം അയാൾ നിൽക്കുന്നിടത്ത് നന്നായി പ്രവർത്തിക്കും, നല്ല രാഷ്ട്രീയ ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ജോസഫ് ഗ്രൂപ്പിനെ കോട്ടയം ജില്ലയിൽ പിടിച്ചു നിർത്തിയതിൽ ഒരാൾ സജി മഞ്ഞക്കടമ്പൻ തന്നെയാണ്. ആ സജി മഞ്ഞക്കടമ്പൻ ജില്ലാ പ്രസിഡന്റായും UDF-ന്റെ ചെയർമാനായും നിന്ന് നടത്തുന്ന പ്രവർത്തനം നമ്മളിവിടെ ഈ ജില്ലയിൽ കണ്ടതാണ്. എല്ലാ സ്ഥലത്തും ഇഞ്ചോടിഞ്ച് പോരടിക്കുന്ന ഒരു പ്രവർത്തകൻ, നേതാവ് എന്ന രൂപത്തിൽ സജി മഞ്ഞക്കടമ്പനാണ് അതെങ്ങും എവിടെയും ദൃശ്യമായിരുന്നു. അദ്ദേഹം പോകുന്നതോടുകൂടി യഥാർത്ഥത്തിൽ UDF-ന്റെ നാലായ പേര് പിഴുതെടുക്കുന്ന പോലുള്ള അനുഭവം, അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിന്റെ ഏതാണ്ട് ഈ ജില്ലയിലെ തകർച്ചയുടെ പൂർണ്ണതയിലെത്തുന്ന രൂപമാണ് കാണാൻ. പാർട്ടിയെ പിടികൊടുക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ പാർട്ടിക്കുള്ള അസംതൃപ്തരാണ് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകളെ LDF പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, LDF ഇവരാരും വന്നില്ലെങ്കിലും വിജയസാധ്യതയിൽ ഉറപ്പായി നിൽക്കുമ്പോൾ LDF-ലേക്ക് അവർ വരാൻ പ്രേരിതരാകുന്ന സാഹചര്യം LDF-ന്റെ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം കൂടിയാണ്. ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞു ശരിയാണ്, അതാണ് ഞാനും സൂചിപ്പിച്ചത്. ഇനി UDF-ൽ നിന്ന് പലരും സജിയെ പോലെ അവിടെ നിന്ന് രാജിവെച്ച് ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ശരിയാണ്, അതാണ് ഞാനും സൂചിപ്പിച്ചത്. അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപം. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്താനും പറഞ്ഞിരുന്നില്ല, നിർദ്ദേശിച്ചിരുന്നില്ല, സ്ഥാനാർത്ഥി അങ്ങനെ ഒട്ടില്ലതാനും ഇല്ല. അത് നിങ്ങൾക്ക് തോന്നുന്നൊരു അഭിപ്രായമായി, നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായമില്ല. ഞങ്ങളാരെയും അവരന്മാരെ നിർത്തിയില്ല, അതിന്റെ പുറകെ പോയിട്ടുമില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാറുമില്ല. അവരന്മാരിലൂടെ ജയിക്കുന്നതല്ല ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള വിജയം. നേരായ മാർഗത്തിലൂടെ യുദ്ധക്കളത്തിൽ നല്ല ഫൈറ്റ് നടത്തി ജയിച്ചു വന്ന പാരമ്പര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളത്. ഇഞ്ചോടിഞ്ച് ഞങ്ങൾ പോരടിച്ചാണ് കോട്ടയം ജില്ലയിലെ UDF-ന്റെ കോട്ട തകർത്തത്. അത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിലായിരുന്നു ആദ്യം തുടക്കം. ആ തുടക്കത്തിൽ നിങ്ങൾ കണ്ടു, ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ പിടിച്ചെടുത്തു, 11-ൽ 10 ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുത്തു, 72-ൽ 51 ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ പിടിച്ചെടുത്തു, മഹാഭൂരിപക്ഷം വാർഡുകളും ഞങ്ങൾ പിടിച്ചെടുത്തു. ആ പോരാട്ടത്തിൽ UDF-ന്റെ കോട്ട ഈ ജില്ല നെടുകെ ഞങ്ങൾ തകർത്ത് കളഞ്ഞിരുന്നു. രണ്ടാമത് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് കോട്ടയം ജില്ലയിൽ മേൽക്കൈ നേടാൻ കഴിഞ്ഞു എന്ന് നിങ്ങളും കണ്ടു, ഞാനും കണ്ടു. അത് അനുസ്യൂതം തുടരുകയാണ്. ഞങ്ങളുടെ ആ വിജയകരമായ ജൈത്രയാത്ര അനുസ്യൂതം തുടരുന്നു. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തോമസ് ചാഴികാടൻ വൻ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. കോട്ടയത്തെ അവരന്മാരെ കുറിച്ച് പറയുമ്പോഴേ വടകരയിലൊക്കെ UDF-ഉം അവരന്മാരെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഒരിടത്ത് മാത്രം ധാർമ്മികതയെ കുറിച്ച് പറയുകയും മറ്റൊരിടത്ത് UDF പൊതുവിൽ കേരളത്തിൽ സ്വീകരിക്കാറുള്ള എല്ലായ്പ്പോഴും അവരന്മാരെ നിർത്തിയും രാഷ്ട്രീയ രംഗത്ത് എന്തെല്ലാം കുതന്ത്രങ്ങൾ കാണിക്കാവോ അതൊക്കെ കാണിക്കുന്ന കൂട്ടരാണെന്ന് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പുതുമയുള്ള കാര്യമല്ല. അല്ല, അത് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി കഴിയുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. അദ്ദേഹം ഇപ്പോൾ അവിടുന്ന് രാജിവെച്ചു. ഭാവി എന്തൊന്നും സംബന്ധിച്ച് അദ്ദേഹം നിലപാട് വ്യക്തമാക്കട്ടെ. വ്യക്തമാക്കി കഴിയുമ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാടും വ്യക്തമാക്കും. അതെ, രാഷ്ട്രീയമായിട്ടുള്ള ഒരു രാജി തന്നെയാണ് മഞ്ഞക്കടമ്പൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇപ്പോ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പൊതുരാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ഒന്ന് പൗരത്വ ഭേദഗതി ബില്ല് വന്ന് അത് സംബന്ധിച്ച് ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു, വർഗീയമായി ചേരിതിരിപ്പിക്കാൻ അനുകൂലത്തിലേക്ക് വരുന്നു. രണ്ട്, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കഥകളെടുക്കുമ്പോൾ BJP 53% തുകയും ഏതാണ്ട് 8,157 കോടിയിൽ പരം രൂപ BJP അവരുടെ ഇലക്ട്രൽ ബോണ്ട് മുഖാന്തരം ആ അഴിമതി പണം പറ്റിയിരിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസും മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസുമാണ്. അത് 2000 കോടിക്കടുത്താണ് കോൺഗ്രസിന്റെ പറ്റ്. ഇതെല്ലാം കൂടെ വെളിയിലോട്ട് വരുമ്പോൾ ഒരുവിധ ആത്മാഭിമാനമുള്ളവർക്ക് ഇതിനോട് യോജിച്ച് പോകാൻ കഴിയൂ. കാര്യങ്ങളെല്ലാം മാറി മറിയില്ലേ. ഇലക്ഷൻ തുടങ്ങുമ്പോൾ ഉള്ളൊരവസ്ഥയല്ല ഇപ്പോൾ. സുപ്രീം കോടതി തന്നെ സുപ്രധാനമായ വിധിയിലൂടെ SP-യോട് പുറത്തുവിടാൻ പറഞ്ഞ കേസുകൾ പുറത്തുവിട്ട രംഗം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇതെല്ലാം വാർത്തകൾക്ക് വിലങ്ങ് കൽപ്പിക്കുന്ന രൂപത്തിലേക്ക് വന്നപ്പോൾ അതിനെതിരെ സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് നമ്മൾ കണ്ടു. കേരളത്തിലെ അർഹിക്കപ്പെട്ട സാമ്പത്തിക വിഭവങ്ങൾ
കൊടുക്കുന്ന രംഗത്ത് കേന്ദ്രം കാണിച്ച് അവഗണന ശരിയാണെന്ന് 13,608 കോടി രൂപ നമുക്ക് അനുവദിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ആ വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടുമ്പോൾ കൂടുതൽ നമ്മൾ ഉയർത്തിയ പ്രശ്നം ശരിയാണെന്നും ആ വിഷയത്തിൽ കഴമ്പുണ്ടെന്നും വരുന്നു. ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് നീക്കുന്ന ഒരു തിരിച്ചടിയായി BJPക്കെതിരായ നീക്കമായി വരുന്നു. കോൺഗ്രസിനും അതിന്റെ തിരിച്ചടി കിട്ടുന്നില്ലേ? കേരളത്തിൽ ഇതിനെല്ലാം BJPയോടൊപ്പം നിലകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവും കൂട്ടരുമെല്ലാം ഈ വിധി വന്നപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലായില്ലേ? നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് വന്നില്ലേ? പൗരത്വ ഭേദഗതി അവരുടെ പ്രകടന പത്രികയിൽ എന്താ ഒന്നും പറയാതിരിക്കുന്ന കോൺഗ്രസിന്റെ? അപ്പോൾ ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പ് നയങ്ങൾ സ്വീകരിക്കുന്നത്, ഇവിടെ നിന്നൊരു കാര്യം പറയും, ദേശീയ തലത്തിൽ മറ്റൊരു കാര്യം പറയും. അപ്പം നിലവാരമില്ലാതെ UDF മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ UDFിൽ നിൽക്കുന്നവർക്ക് ആർക്കും ഇനി അതിൽ മുന്നോട്ടൊരു ഭാവി കാണാൻ കഴിയാത്തൊരു പശ്ചാത്തലത്തിലാണ് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതലുള്ള വിവിധ ജില്ലകളിൽ ഉന്നതന്മാരായ നേതാക്കന്മാരുണ്ടായി. പാലക്കാട് മുൻ DCC പ്രസിഡന്റ് MLA ആണ് രാജിവെച്ചപ്പോൾ ഇവിടെ വന്നത്. പത്തനംതിട്ട വരുമ്പോൾ മുൻ DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വന്നിരിക്കുന്നു, രണ്ടു കൂട്ടരും വന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് അത് കാണുന്നു. അത് തന്നെ കണ്ണൂരിൽ കണ്ടു. ചില കൂട്ടർ BJPയിലേക്ക് പോയി. അതിലേറിയ കൂറും വന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തോടൊപ്പമാണ്. അപ്പോൾ പൊതുവിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് UDF രാഷ്ട്രീയത്തിന് ഏറ്റ തിരിച്ചടിയും അല്ലെങ്കിൽ തകർച്ചയും അതോടൊപ്പം തന്നെ വർഗീയത അതിന്റെ എല്ലാ അർത്ഥത്തിലും ഇവർ മൃദുഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഉൽകുന്ന രൂപത്തിലേക്ക് വരികയും ചെയ്യുന്നത് UDFിന്റെ തകർച്ചയുടെ കാരണമായി മാറുകയാണ്. അതാണ് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിന്റെ രംഗത്തും മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിന്റെ രംഗത്തും ഛത്തീസ്ഗഡിലും എല്ലാവർക്കുണ്ടായ തിരിച്ചടി നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള അവരുടെ പ്രവർത്തകരാണ് ഇന്ന് കോൺഗ്രസിനോട് വിട പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യത്തോടൊപ്പം വരുന്നത്. ഇന്ന് ദേശീയ തലത്തിൽ വളർന്നു വരുന്ന ഏകാധിപത്യത്തെയും ഫാസിസത്തെയും വർഗീയ ശക്തികളെയും ചെറുക്കണമെങ്കിൽ കേരളത്തിൽ ജയിച്ചു പോകുന്ന MPമാരെല്ലാം നിലപാടുള്ളവരും നിലവാരമുള്ളവരും കൂറുമാറാത്തവരുമായിരിക്കണം. അല്ലെ കേന്ദ്രത്തിന്റെ വർഗീയ ഫാസിസ്റ്റ് നീക്കത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ കഴിയുന്നവരായിരിക്കണം എന്ന് കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് നന്നായി തിരിച്ചറിയുന്നവരാണ് ഇന്ന് കോൺഗ്രസിനോട് വിട പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യത്തോടൊപ്പം ചെയ്യുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അല്ല, സജിയുടെ ഒരു നിലപാടും അദ്ദേഹം എന്താണോ പറയുന്നത് അതിന് ശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതായിരിക്കും ശരി. അദ്ദേഹം ഇല്ല, അദ്ദേഹം ഒരു കാലുമാറിപ്പോയതല്ല. കേരള കോൺഗ്രസിന്റെ ആ കാലഘട്ടത്തിലെ പ്രദർശനം വന്നപ്പോൾ യഥാർത്ഥ കേരള കോൺഗ്രസ് ഇവിടെ മാണി ഗ്രൂപ്പായി മാറി. ഇപ്പൊ ചിഹ്നം മാണി ഗ്രൂപ്പിന്, കൊടി മാണി ഗ്രൂപ്പിന്, അതുപോലെ രജിസ്ട്രേഷൻ മാണി ഗ്രൂപ്പിന്. രജിസ്ട്രേഷൻ ഇല്ല, ചിഹ്നമില്ല, കൊടിയില്ല, ഇതെല്ലാം വന്നപ്പോഴും യഥാർത്ഥത്തിൽ ആ അഭിപ്രായവുമായി അന്നത്തെ നിലപാട് സ്വീകരിച്ച ആളാണ് സജി മഞ്ഞക്കടമ്പൻ. ഇപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അവിടെ നിന്നിട്ട് കാര്യമില്ല. രാഷ്ട്രീയം കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ നിലപാടിൽ. ഈ വർഗീയത എതിർക്കാൻ പറ്റുന്ന രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ അവിടെ നിന്നിട്ട് ഇനി ഭാവി ആരും പ്രതീക്ഷിക്കുന്നുമില്ല. ആ രൂപത്തിലേക്ക് എത്തി ഇന്ന് UDF കൂടാരം. രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളൊന്നും നിലനിൽക്കുന്നതല്ലോ. രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്ക് വ്യക്തിവിരോധമോ പകമോ വിദ്വേഷമോ വൈരിനിര്യാതന ബുദ്ധിയോ ഒന്നുമില്ല. രാഷ്ട്രീയത്തിൽ നിലപാട് എപ്പോഴും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ്